വയനാട് CCയിൽ ഇറങ്ങിയ കടുവയെ വനവകുപ്പ് തിരിച്ചറിഞ്ഞു. WYS 09 എന്ന ആൺകടുവയാണ് കഴിഞ്ഞ ദിവസം CCയിൽ ഇറങ്ങിയത്. ഇത് പശുക്കിടാവിനെ കൊന്നിരുന്നു. ഇന്നലെ അരിവയലിൽ ആടിനെ കൊന്നതും ഇതേ കടുവയാണെന്ന് ഒരു കണക്കാക്കുന്നുണ്ട്. കടുവയെ പിടികൂടാനായി പുതിയ കൂടും സ്ഥാപിച്ചു. ആട് കരയുന്ന കേട്ട് വേഗം വാതിൽ തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഒരെണ്ണം ഇറങ്ങി റോഡിലേക്ക് ഓടിക്കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ ആട് ഇതാ ഓടുന്നു പറഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കാൻ ആടിനെ നോക്കാൻ പോയില്ല. പേടിയായി വന്ന് നോക്കുമ്പോൾ പിന്നെ പന്തൊക്കെ കത്തിച്ച് നോക്കുമ്പോൾ ഒന്നിനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെയൊക്കെ വിളിച്ചു വനംവകുപ്പിനെ അറിയിച്ചു. അവർ വന്ന് നോക്കി. പിന്നെ രാത്രി തന്നെ കൂട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ചത്ത ആടിനെ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും വരുമെന്നുള്ള ഇന്നലെ വന്നില്ല. ഇന്ന് രാത്രി വരുമെന്നുള്ള ഇതിലും നിൽക്കുന്നത്. കമൽ കൂടുതൽ വിവരങ്ങൾ നൽകും. കമൽ, എങ്ങനെയാണിപ്പോൾ വനവകുപ്പിൻ്റെ നീക്കങ്ങൾ? ഏതൊക്കെ മേഖലയിലാണ് ഈ ആശങ്ക നിറയ്ക്കുന്ന കാര്യങ്ങൾ? ദിവിഷ്, ഈ CC മേഖലയിലാണ് ആദ്യം കടുവ ഇറങ്ങിയത്. അവിടെ ഒരു പശുക്കിടാവിനെ കൊന്നിരുന്നു. അവിടെ ആദ്യം ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചു. രണ്ടാമത്തെ ദിവസം തന്നെ അവിടെ നിന്ന് ചിത്രങ്ങൾ ലഭിച്ചു. ആ ചിത്രങ്ങൾ വെച്ചാണ് കടുവയെ ഐഡന്റിഫൈ ചെയ്തത്. നേരത്തെ ടൈഗർ സെൻസസിലും അല്ലാതെയും ഒക്കെ ക്യാമറ ട്രാപ്പിൽ പതിഞ്ഞിട്ടുള്ള ചിത്രങ്ങളുടെ ഡാറ്റാബേസിൽ ഒത്തുനോക്കുമ്പോഴാണ് ഇത് WS, അതായത് വൈൽഡ് ലൈഫ് വയനാട് ഡിവിഷനിലെ 09 എന്ന നമ്പറിട്ട ആൺകടുവയാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ CCയിലും കൂടുണ്ട്. ഇന്നലെ ഇറങ്ങിയ അരിവയലിലും വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ അരിവയലിൽ കടുവ ഇറങ്ങിയപ്പോൾ ചിത്രങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ കാൽപ്പാടുകൾ വെച്ച് അതേ കടുവ WS 09 എന്ന കടുവ തന്നെയാണ് ഇന്നലെ രാത്രി അരിവയലിലും എത്തിയത് എന്ന വനംവകുപ്പ് നിഗമനം അങ്ങനെയാണ്. കാൽപ്പാടുകൾ വെച്ച് അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ 2 സ്ഥലത്ത് കൂടുകൾ വെച്ചിട്ടുണ്ട്. ഇന്നലെ ഈ ആടിനെ കൊന്ന കടുവ ആടിനെ ഭക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തേക്ക് കടുവ തിരിച്ചെത്തും എന്ന പ്രതീക്ഷയിലാണ് അവിടെ കൂട് സ്ഥാപിച്ചത്.